ടൈപ്പ് എ ആണോ അല്ല ടൈപ്പ് സി ആണോ? ടൈപ്പ് സി ആക്കി കൊള്ളാമല്ലോ. ഹായ് ഹലോ റെപ്സോലിയോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലേറ്റസ്റ്റ് 2025 KTMൻ്റെ അഡ്വഞ്ചർ 390X ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ബൈക്കിൻ്റെ വിശേഷങ്ങളിലോട്ട് കടന്നാലോ. ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഒരു ഓറഞ്ച് ആൻഡ് ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് കോമ്പിനേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഗ്ലോസി കൈൻഡ് ഓഫ് പെയിൻറ്റ് ഫിനിഷാണ് കേട്ടോ. കാണാനൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത് പെയിൻറ്റ് ജോബ് മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി, അതിപ്പോൾ വെൽഡ് ആയാലും സ്വിച്ച് ഗിയേഴ്സ് ആയാലും ലൈറ്റിങ്ങിലായാലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കാണാമല്ലോ, ഒരു ഡ്യുവൽ സ്ട്രിപ്പ് LED DRL ആണ് കാണാൻ സാധിക്കുന്നത്. LED തന്നെയാണ്. പിന്നെ അതിൻ്റെ അകത്തായിട്ട് ഒരു പ്രൊജക്റ്റ് LED ഹെഡ് ലാമ്പ്സും കാണാൻ സാധിക്കുന്നുണ്ട്. LED പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി നൈറ്റ് ടൈമിൽ കിട്ടുന്നതാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് കണ്ടല്ലോ, LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ക്വാളിറ്റി മീൻസ് നല്ലൊരു സ്റ്റേഡിറ്റി ആൻഡ് ഒരു വിസിബിലിറ്റിയും കിട്ടുന്നുണ്ട്. പിന്നെ റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ പഴയ അഡ്വഞ്ചർ എക്സിൽ നിന്ന് കുറേയേറെ ചേഞ്ചസ് ആയിട്ടാണ് ടെയിൽ ലൈറ്റ്സും വരുന്നത്. കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അതേപോലെ കാണാൻ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെയിൽ സെക്ഷനാണ്. കുറച്ചുകൂടി ഒന്ന് മിനിമലിസ്റ്റിക് ആയിട്ട് ഒരു സ്ലിം ആക്കിയിട്ടുണ്ട്. കാണാനൊക്കെ അത്യാവശ്യം കിടിലൻ ലുക്ക് തന്നെയാണ് കേട്ടോ റിയർ സൈഡിൽ നിന്ന്. തിരിച്ച് വീണ്ടും ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ WP അപ്പെക്സിൻ്റെ ഒരു 43mm USD ഫോക്സ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഒരു 200mm ട്രാവലൊക്കെ കിട്ടുന്നൊരു സസ്പെൻഷനാണ്. അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സോഫ്റ്ററായിട്ടാണ് സസ്പെൻഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു 10 സ്റ്റേജ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. സസ്പെൻഷൻ വൈസ് അത്യാവശ്യം സോഫ്റ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റൈഡിങ് ടൈം നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ. അവിടെ നേരിട്ട് എഞ്ചിൻ സൈഡിലോട്ട് നോക്കുമ്പോൾ പഴയ 373cc എഞ്ചിനൊക്കെ മാറ്റി പുതിയ നമ്മുടെ Gen 3 Duke 390 വരുന്ന 398.63cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്രൂട്ടൽ എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു 46 PS പവറും ഒരു 39 Nm ഓഫ് ടോർക്കുമാണ്. അത് ഈ മാരക എഞ്ചിൻ തന്നെ മതിയാവും നമ്മുടെ ഈ ഇന്ത്യൻ റോഡ്സിനൊക്കെ. പിന്നെ ഈ ബ്രൂട്ടലായിട്ടുള്ള എഞ്ചിനെ പിടിച്ചു നിർത്താനായിട്ട് KTM കൊടുത്തേക്കുന്ന ഒരു 320mm ഡിസ്ക്കാണ് ഫ്രണ്ട് സൈഡിൽ. ഒരു റേഡിയൽ മൗണ്ടഡ് ആയിട്ടുള്ള ബൈബ്രേക്ക് കാലിപ്പേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട്. റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു 240mm ഡിസ്ക്കാണ് വരുന്നത്. ബൈബ്രേക്ക് കാലിപ്പേഴ്സാണ് റിയർ സൈഡ് വരുന്നത്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യത്തിൽ പറയാണ്ടല്ലോ, ഇത് KTM ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഷാർപ്പറായിട്ടുള്ള ബ്രേക്സാണ്. നല്ലൊരു ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്രേക്കിംഗ് എന്നൊക്കെ. അവിടെ നേരിട്ട് സീറ്റ്സിലോട്ട് നോക്കുമ്പോൾ പഴയ അഡ്വഞ്ചർ എക്സിൽ കണ്ട പോലത്തെ സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പ് അല്ല, മറിച്ച് ഒരു സിംഗിൾ സീറ്റ് സെറ്റപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നാൽ കംഫർട്ട് വെച്ച് നോക്കുമ്പോൾ പഴയതുപോലെയല്ല, കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫർ ആക്കിയിട്ടുണ്ട്. ഒരു ടൂറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിൽ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് സീറ്റ്സ് കൊടുക്കാമായിരുന്നു. മേ ബി ഇതിന് ലോങ് ടൂറിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ജെൽ പാഡിങ് വേണ്ടി വരും എന്തായാലും. കാരണം ഇത് കുറച്ചൊന്ന് സ്റ്റിഫർ കൈൻഡ് ഓഫ് സീറ്റ്സ് ആണ്. നമുക്ക് എന്തായാലും ബൈക്കിലോട്ടൊന്ന് കയറി നോക്കാം. ബൈക്ക് കയറുമ്പോൾ തന്നെ സീറ്റായിട്ട് വരുന്ന എനിക്ക് ടിപ്ടോ ആണ് കിട്ടുന്നത്. കംപ്ലീറ്റ് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നില്ല. മേ ബി ഒരു പില്ലിയനൂടെ കയറുന്ന ടൈം ഒരു പ്ലാന്റഡ് ഫുഡ് കിട്ടുമായിരിക്കും. ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നതിലേക്ക് 182 കിലോഗ്രാമാണ്. എന്ന് വെച്ച് പാർക്കിങ്ങിലോട്ട് നിന്ന് മൂവ് ചെയ്യാനൊന്നും വലിയ പാടുപെടില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ പറ്റുന്നുണ്ട്. അവിടെ നേരെ കാണാമല്ലോ, ഡൊമിനാറിൽ കണ്ടുവന്ന സെയിം മിറേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഹാൻഡിൽ ബാർ സ്വിച്ചസിലോട്ട് നോക്കുമ്പോൾ ലൈറ്റ് ഫങ്ഷൻസ്, അതായത് ഡിമ്മ് പാസ് എല്ലാം ഇൻറ്റഗ്രേറ്റ് സിംഗിൾ സ്വിച്ചാണ്. പിന്നെ ഹസാർഡ് സ്വിച്ച്, പിന്നെ ഈ ഫങ്ഷൻസ് നമ്മുടെ മീറ്റർ കൺസോൾ ടോഗിൾ ചെയ്യാൻ, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, ഇഗ്നീഷൻ സ്വിച്ച് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളതാണ്. അവിടെ നേരെ മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഡ്യൂക്ക് 390 കണ്ടുവന്ന സെയിം മീറ്റർ കൺസോളാണ്. ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് തരാം. ഇവിടെയാണ് ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നത്, ദ സ്പീഡോമീറ്റർ, പിന്നെ ടാക്കോമീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡിൽ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, ഇത് ലാപ്പ് ടൈം. പിന്നെ ഇത് മീറ്റർ കൺസോൾ ബ്ലൂടൂത്ത് കോമ്പാക്റ്റബിൾ ആണ്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതുകൊണ്ട് ടേൺ ബൈ ടേൺ നാവിഗേഷൻ, മ്യൂസിക് കൺട്രോൾ, കോൾ സെറ്റിങ്സ് അങ്ങനെയെല്ലാം നമുക്കിത് തന്നെ എടുക്കാവുന്നതായിരുന്നു. പിന്നെ ട്രിപ്പ് മീറ്റർ, ആവറേജ് സ്പീഡ്, ടൈം കാണാൻ സാധിക്കുന്നുണ്ട്. എഞ്ചിൻ്റെ അകത്തോട്ട് നോക്കും, മീറ്റർ കൺസോളിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ ജസ്റ്റ് കിൽ സ്വിച്ച് ഓൺ ആക്കാം. ABS സെറ്റിങ്സ്, ഇത് സ്വിച്ചബിൾ ABS ആണ് വരുന്നത്. അറിയാം, നമുക്ക് ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് പറ്റുന്നതാണ്. പിന്നെ ഡിസ്പ്ലേ മോഡ്, പിന്നെ ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ബൈക്കിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സിലേക്ക് ട്രിപ്പ് 1, ട്രിപ്പ് 2, ഫ്യൂവൽ റേഞ്ച്, കൂളൻ്റ് ടെമ്പറേച്ചർ, ബാറ്ററി, ഓഡോമീറ്റർ, ക്ലോക്ക് ആൻഡ് ഡേറ്റ്, സർവീസ്, വാർണിങ്സ് എന്നിങ്ങനെ വേണ്ട എല്ലാ സംഭവവും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫേവറേറ്റ്സിലേക്ക് ഏത് മോഡ് വേണം അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ക്വിക്ക് സെലക്ട്, കണക്ടിവിറ്റി, ഷിഫ്റ്റ് ലൈറ്റ്, ക്ലോക്ക് ആൻഡ് ഡേറ്റ്, യൂണിറ്റ്സ്, ക്വിക്ക് ഷിഫ്റ്റർ. ക്വിക്ക് ഷിഫ്റ്റർ അവൈലബിൾ ആണ്. ഒരു ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് ഓട്ടോ ക്ലിപ്പർ അവൈലബിൾ ആണ്. നമ്മുടെ ഡ്യൂക്ക് 390 വന്ന കണ്ട സെയിം ഒരു ക്വിക്ക് ഷിഫ്റ്റർ മെത്തേഡ്സാണ് ഇതിലും കാണുന്നത്. അത്യാവശ്യം ഒന്ന് സോഫ്റ്ററാണ്. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 390. പിന്നെ കാണാമല്ലോ, ഫുഡ് പിക്സിലേക്ക് അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ
ഒരു ഗ്രൂവ്സൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ഗ്രിപ്പി എഫക്റ്റ് ഫീൽ ചെയ്യാൻ ഈ ഒരു റബ്ബർ ബുഷിങ്ങൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഗ്രിപ്പ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ സൈഡിൽ സാരി കാർഡൊക്കെ വരുന്നുണ്ട്. സാരി കാർഡൊക്കെ അത്യാവശ്യം ഓഫ് റോഡിങ് ഒന്ന് പോകുന്ന ടൈമാണെങ്കിൽ മേ ബി ലൈക്ക് ഇത് റിമൂവ് ചെയ്ത് മാറ്റേണ്ടി വരും. കാരണം ടയേഴ്സുമായിട്ടുള്ള ഏരിയ ഭയങ്കര കുറവാണ്. മേ ബി ലൈക്ക് കമ്പൊക്കെ കയറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ബീക്കും കുറച്ചുകൂടി ലോങ്ങർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെളിയൊന്നും അധികം വന്ന് ഫ്രണ്ടിലോട്ട് അടിക്കുന്ന കാര്യമൊന്നും പേടിക്കേണ്ട. പിന്നെ USD ഫോക്സൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഒരു വലിയ പ്രൊട്ടക്ടർ അതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ USD സീലിങ്സ് ഒന്നും ഫോക്സ് സീലിങ്സ് ഒന്നും പൊട്ടാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ മെറ്റൽ ബാഷ് പ്ലേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സോസ് ബെൻഡ് പൈപ്പിലൊന്നും കല്ലൊന്നും തട്ടി അങ്ങനെ ഇഷ്യൂസൊന്നും വരത്തില്ല. പിന്നെ ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ടൂറിങ് ടൈം ഒരു ഹൈ സ്പീഡ് ക്രൂസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എയറൊക്കെ ഇതിലേക്കൂടെ വന്നു നമ്മുടെ ഹെൽമെറ്റിൻ്റെ മുകളിൽ കൂടെ പോകുന്നതാണ്. അത്യാവശ്യം നമ്മുടെ ദേഹത്തോട്ട് അടിച്ച് അങ്ങനെ വലിയ ബോധറിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഒരു USB ടൈപ്പ് എ കാണാമല്ലോ, ഫോണൊക്കെ ചാർജ് ചെയ്യാനൊക്കെ. ടൈപ്പ് എ ആണോ അല്ല ടൈപ്പ് സി ആണോ? ടൈപ്പ് സി ആക്കി കൊള്ളാമല്ലോ. ഒരു USB ടൈപ്പ് സി ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ടാങ്കിൻ്റെ കാര്യം നോക്കുമ്പോൾ മെറ്റൽ ടാങ്ക്സ് ആണ് വരുന്നത്. ഒരു 14.5 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണുള്ളത്. ഒരു 30 കിലോമീറ്റർ ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെ കിട്ടുന്നതായിരിക്കും ഒരു 399cc എഞ്ചിന്. അറ്റ്ലീസ്റ്റ് അതാണ് KTM ഓഫർ ചെയ്യുന്നത്. ഒരു 30 കിലോമീറ്റർ പെർ ലിറ്റർ. ടയേഴ്സ് വരുന്നത് അപ്പോളോയുടെ ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ട് സൈഡ് ഒരു 100 സെഷൻ്റെ ടയേഴ്സാണ്. ഒരു 19 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് കാണാൻ സാധിക്കുന്നത്. റേ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ്. ഒരു 130 സെഷൻ്റെ ടയേഴ്സാണ്. ഡ്യുവൽ പർപ്പസ് ആയതുകൊണ്ട് തന്നെ ബോത്ത് റോഡിലും ഓഫ് റോഡിലും അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടുന്നതാണ്. അപ്പോളോയുടെ ടയേഴ്സാണ് കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് എക്സോസ് ഉണ്ടെന്ന് കിട്ടുവെക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ 390ൽ കേട്ട അതേപോലത്തെ സൗണ്ടിങ് ആണ്. എക്സോസ്റ്റ് ഓൾമോസ്റ്റ് അതേപോലെയാണ് റൂട്ട് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ്. കേൾക്കാനും സൗണ്ട് ഓൾമോസ്റ്റ് 390 പോലെ, ഡ്യൂക്ക് 390 പോലെയൊക്കെയാണ്. കൊള്ളാം. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 227 മില്ലിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. അത്യാവശ്യം നല്ല ഓരോ ഓഫ് റോഡിങ് ഒക്കെ എടുത്തുകൊണ്ട് പോകാനും പറ്റുന്നുണ്ട്. ഇന്ത്യൻ റോഡ്സിനൊക്കെ ബെസ്റ്റാണ്. ബിക്കോസ് ഈ സോഫ്റ്റ് സസ്പെൻഷനും കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു 3,79,000 രൂപയാണ് ഇവിടെ കേരളത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ബൈക്ക് ഇവിടെ ഇപ്പോൾ ആറ്റിങ്ങൽ ഷോറൂമിലാണ് ഉള്ളത്. ഇവിടെ സിംഗിൾ സിലിണ്ടർ KTMൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്സും അവൈലബിൾ ആണ്. പിന്നെ ഈ ബൈക്കിൻ്റെ അഡ്വഞ്ചർ എക്സിൻ്റെ അല്ലെങ്കിലും ഏതെങ്കിലും ബൈക്കിന് ഇവിടെ അവൈലബിൾ ആവുന്ന എല്ലാ ബൈക്സിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ തരുന്ന ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽസും സ്പെക്കും എല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ബൈക്കിൻ്റെ ഒരു ലോഞ്ച് നമ്മുടെ മാർച്ച് 19 ഈ മാസം തന്നെ നടക്കുന്നതാണ്. ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മാർച്ച് 19 നേരിട്ട് നമ്മുടെ ആറ്റിങ്ങൽ ഷോറൂമിലോട്ട് വന്നു നമുക്ക് ഒരുമിച്ച് 390 റിവീൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ബൈക്കിൻ്റെ വീഡിയോ ഒക്കെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ.